Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഒരു കാശ്മീരി ഡിഷായ മട്ടൺ റോഗൻ ജോഷിന്റെ റെസിപ്പി കാണാം. മട്ടൺ റോഗൻ ജോഷ് ഉണ്ടാക്കാനായിട്ട് രണ്ട് സ്റ്റൈലുണ്ട്. ഒന്ന് കാശ്മീരി പണ്ഡിറ്റ് സ്റ്റൈലിലും ഉണ്ടാക്കും, കാശ്മീരി മുസ്ലിം സ്റ്റൈലിലും ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാശ്മീരി പണ്ഡിറ്റ് സ്റ്റൈലിലുള്ള മട്ടൺ റോഗൻ ജോഷാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല. ഡ്രൈ ജിഞ്ചർ ചേർക്കും, അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഒന്നും ചേർക്കത്തില്ല. അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മുളക്, കാശ്മീരി മുളകാണ്, ഞാനൊരു 7 എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ മട്ടൺ റോഗൻ ജോഷിൻ്റെ റെസിപ്പിയിൽ നമ്മൾ ടൊമാറ്റോസ് ഒന്നും ചേർക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ തൈരാണ് ചേർക്കുന്നത്. ഇവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് തൈര്. ഈ തൈരിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാനായിട്ടുണ്ട്. പെരുംജീരകം പൊടി, ഫെനൽ പൗഡർ 1 ടീസ്പൂൺ ചേർക്കാം. ജീരകം പൊടി, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ. ഡ്രൈ ജിഞ്ചർ അല്ലെങ്കിൽ ചുക്കുപൊടി 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി കുറച്ച് 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി മതിയാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിവിടെ കാശ്മീരി മുളക് അരച്ചാണല്ലോ ചേർക്കുന്നത്. അതിന് പകരം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഇട്ടാൽ മതിയാവും. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതിയാവും. നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്ന മുളക് അരച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ്സ് ഇങ്ങനെ വെക്കുക. അതിന് ശേഷം അരച്ചെടുക്കുക. ചൂട് മൊത്തം പോയ ശേഷം അരച്ചെടുക്കുക. അതിന് പകരം നന്നായിട്ടിട്ട് തിളപ്പിച്ചിട്ട് വേണേലും ഇതെടുക്കാം. ചൂടാറയണം. കുറച്ചും കൂടെ നമ്മൾ കുതിരാൻ വെച്ച വെള്ളം തന്നെ യൂസ് ചെയ്ത്, ചെറിയൊരളവായതുകൊണ്ട് അരയ്ക്കാൻ പ്രയാസം. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റേർഡ് ഓയിലാണ്. 2.5 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് ഓയിൽ. ഇപ്പം മസ്റ്റേർഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, കടുകെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പുകയണം, നന്നായിട്ട് ഒരു സ്മോക്കിംഗ് പോയിന്റ് എത്തണം. അതിനുശേഷം നമ്മളൊന്ന് ഓഫ് ചെയ്തിടും. എന്നിട്ട് മീഡിയം ചൂടാകുമ്പോൾ നമ്മൾ സ്പൈസസ് ഇടും. ഇനി ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്ത ശേഷം ഒരു മീഡിയം ഹീറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ഓണാക്കാം. അപ്പോൾ വലിയ ചൂട് മാറി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്പൈസസ് ചേർക്കാം. 2 ബേ ലീഫ്, ഒരു ബ്ലാക്ക് കാർഡമം, ഒരു സിനമൺ, പട്ട, അതേപോലെ വളരെ ചെറിയൊരു കഷ്ണം ജാതിപത്രി. വീണ്ടും സ്റ്റൗ ഹീറ്റ് ചെയ്യാം. 3 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു 4-5 കുരുമുളക്, അതേപോലെ വളരെ ചെറിയൊരു കഷ്ണം നട്ട്മെഗ് അല്ലെങ്കിൽ ജാതിക്കയുടെ കുരു. ഇതിലേക്ക് 1/2 കിലോ മട്ടൺ. മട്ടൻ്റെ കാലാണ്, റാനാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ മട്ടൺ റോഗൻ ജോഷിന് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. 1 കിലോയെ നമ്മളൊരു 14-15 കഷ്ണമായിട്ട് കട്ട് ചെയ്താണ് എടുക്കുക. ബിരിയാണി കട്ടിനൊക്കെ എടുക്കുന്ന പോലെ വലിയ പീസസ് ആയിട്ട് എടുക്കുക. ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുക. 5 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ മട്ടൺ കുക്ക് ചെയ്യുമായിരിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാറായി. ചില്ലി പേസ്റ്റ് ചേർത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. ആ ചില്ലിയുടെ പച്ചമണം മാറണം. ഇപ്പം ചില്ലി പേസ്റ്റ് ഇട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. എടുത്ത് വെച്ചേക്കുന്ന തൈരിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ തൈര് ഇട്ട ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക.
ഇനി ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സ്റ്റേജ് വരും, അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം, അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ചെയ്യാം. മട്ടൺ റോഗൻ ജോഷ് ശരിക്കും കുക്ക് ചെയ്യേണ്ടത് സ്ലോ ഫയറിലാണ്, ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചേക്കാണ്. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ച് അടച്ച് ഒരു മണിക്കൂർ മിനിമം ടൈം എടുക്കും. അത് മട്ടനെ ഡിപ്പെൻഡ് ചെയ്യും. ചില മട്ടനൊക്കെ 1.5 മണിക്കൂറൊക്കെ സമയം എടുക്കും നല്ലതായിട്ട് സോഫ്റ്റായി വരാൻ. അതുവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം മട്ടൺ ഇവിടെ 1 മണിക്കൂറായിട്ട് കുക്ക് ചെയ്യുകയാണ്. വെള്ളം കുറവുള്ള സമയത്ത് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് മട്ടൺ. ഇനി അടുത്ത നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ മട്ടൺ റോഗൻ ജോഷ് നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ല റെഡ് കളറായിരിക്കും. അപ്പോൾ അതിന് റെഡ് കളർ കൊടുക്കുന്നത് റത്തൻ ജോത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെടിയുടെ റൂട്ടാണ്. ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്, ചില സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പുരയിടത്തിലൊക്കെ ഉണ്ടാകുന്ന കാക്കപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ടല്ലോ, ആ പൂ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചും മട്ടൺ റോഗൻ ജോഷ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് റത്തൻ ജോത്താണ്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റേർഡ് ഓയിൽ തന്നെ വേണേലും നല്ലതായിട്ട് സ്മോക്കിംഗ് പോയിന്റിൽ കൊണ്ടുവരിക. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് റത്തൻ ജോത്ത് അതിനകത്ത് ഇട്ടാലും മതി. നെയ്യ് ചൂടാകുമ്പോൾ റത്തൻ ജോത്ത് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇടാം. ഇപ്പം ലോ ഫ്ലെയിമിലിടുക. അതിൻ്റെ കളർ ഇളകുന്നതുണ്ടോ, ഇതേപോലെ വരും. കളർ ഡീപ്പായിക്കൊണ്ടിരിക്കും. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടി ഇടുക, അതിനകത്ത് തന്നെ വെക്കുക. അപ്പോൾ നിറം ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ അരിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കും. അപ്പോൾ ഈ റത്തൻ ജോത്തിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് അരിച്ചൊഴിക്കും. കളർ കണ്ടോ, അപ്പം നല്ലൊരു ഡീപ്പ് റെഡ് കളർ കിട്ടും. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ആവട്ടെ, അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്യുക, ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. കാശ്മീരി പണ്ഡിറ്റ് സ്റ്റൈലുള്ള മട്ടൺ റോഗൻ ജോഷിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി അല്ലെങ്കിൽ ടൊമാറ്റോ, അണിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇഞ്ചി നമ്മൾ ചേർത്തത് ഡ്രൈഡ് ഫോമിലാണ്, ഡ്രൈ ചുക്ക് പൊടിയാണ് നമ്മൾ ചേർത്തത്. ആ രീതിയിലുള്ള പ്രിപ്പറേഷനാണ്. ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയിൻ റൈസിൻ്റെ കൂടെയോ റോട്ടിയുടെ കൂടെ ഒക്കെയാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് പുലാവിൻ്റെ കൂടെ, ജീര റൈസിൻ്റെ കൂടെ, നാൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you for watching Mahimas cooking class.